മൊഡ്യൂൾ 4ൻ്റെ പാർട്ട് 4 ലാസ്റ്റ് പാർട്ടിൽ പറയുന്നത് കർവ് ലീനിയർ ട്രാൻസ്ലേഷനാണ്. ആദ്യത്തെ 3 പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് റെക്ലീനിയർ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ലീനിയർ മോഷൻ ആയിരുന്നു. ലീനിയർ പാത്തിലൂടെ സ്ട്രെയിറ്റ് ലൈനിലൂടെ മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ മൂവ്മെൻറ്റിൻ്റെ അനാലിസിസ് ആയിരുന്നു ഫസ്റ്റ് 3 പാർട്ടിൽ ചെയ്ത്. ആൻഡ് ഇഫ് ദ ബോഡി ഈസ് മൂവിങ് ഇൻ കർവ്ഡ് പാത്ത് ആൻഡ് that movement is called curvilinear translation or curvilinear motion. In the case of linear motion, ആ മൂവ്മെൻറ്റ് എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് ഒരു ഇക്വേഷൻ, ഒരു കോർഡിനേറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ വൈ കോർഡിനേറ്റ്, ഇതിലേതെങ്കിലും ഒരു കോർഡിനേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ഇൻ ദ കേസ് ഓഫ് curvilinear motion, we need two coordinates, x and y. സൈമൾട്ടേനിയസ്ലി എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കർവ്ഡ് പാത്തിലുള്ള ഒരു ബോഡിയുടെ മൂവ്മെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ഒരു പോയിൻ്റ് പറയുകയാണെങ്കിൽ, കർവ്ഡ് പാത്തിൽ ഒരു പോയിൻ്റ് പറയുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ എക്സ് കോർഡിനേറ്റും പറയണം, വൈ കോർഡിനേറ്റും പറയണം. സോ അതിൻ്റെ എക്സ് ആൻഡ് വൈ ആർ ചേഞ്ചിങ് വിത്ത് ടൈം. ആൻഡ് ദ velocity will also be in x direction and y direction. Velocity in x direction will be equal to derivative of displacement in the x direction, and velocity in y direction will be equal to derivative of y displacement in the y direction with respect to time. That is vx equal to dx by dt and vy equal to dy by dt. And the total velocity will be equal to root of vx square plus vy square. And similarly, acceleration will be in two directions, x direction and y direction. Acceleration in the x direction will be equal to dvx by dt or d square x by dt square, and acceleration in the y direction will be equal to dvy by dt or d square y by dt square. And the total acceleration will be equal to root of ax square plus ay square. And ഇതിൻ്റെ ഒരു സിമ്പിൾ പ്രോബ്ലം പറഞ്ഞുതരാം. And the question is, the motion of a particle is defined by the relation x equal to t square plus 5t and y equal to t cube minus 8t square plus 2, where x and y are expressed in meters and t is in seconds. Determine the velocity and acceleration at t equal to 2 seconds. സോ കർവ്ഡ് പാത്താണ് എന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ എക്സും വൈയും തന്നിട്ടുള്ളത്. കർവ്ഡ് പാത്താണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, പക്ഷേ എക്സും വൈയും തന്നുകൊണ്ട് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ മോഷൻ ഈസ് കർവ് ലീനിയർ മോഷൻ. സോ എക്സിൻ്റെയും വൈയുടെയും ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആൻഡ് വി നീഡ് ടു ഫൈൻഡ് വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ വെൻ ടൈം ടി ഈക്വൽ ടു 2 seconds. സോ എക്സിൻ്റെയും വൈയുടെയും ഇക്വേഷൻ എഴുതാം. എക്സ് ഈക്വൽ ടു t square plus 5t and y equal to t cube minus 8t square plus 2, and velocity in the x direction will be equal to dx by dt, that is 2t plus 5, and velocity in the y direction will be equal to dy by dt, that is 3t square minus 16t, and acceleration in the x direction will be equal to dvx by dt, and that is equal to 2, and acceleration in the y direction will be equal to dvy by dt or d square y by dt square, that equal to 6t minus 16. And when t equal to 2, the velocity in the x direction equal to vx in the equation t യുടെ value 2 substitute ചെയ്യുക, you will get the answer as 9 meter per seconds. And when t equal to 2 seconds, vy equal to vyയുടെ ഇക്വേഷനിൽ ടിയുടെ വാല്യൂ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യു വിൽ ഗെറ്റ് ദി വാല്യൂ. സോ വി എക്സിൻ്റെയും വി വൈയുടെയും വാല്യൂ കിട്ടി. ദെൻ ടോട്ടൽ വെലോസിറ്റി വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇക്വേഷൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് വാല്യൂ കിട്ടും. ആൻഡ് ദെൻ ആക്സലറേഷൻ കാണണം. ആക്സലറേഷൻ ഇൻ ദ എക്സ് ഡയറക്ഷൻ ഇസ് കോൺസ്റ്റൻറ്റ്, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം. സോ ഏത് ടൈം ആണെങ്കിലും ആക്സലറേഷൻ ഇൻ ദി എക്സ് ഡയറക്ഷൻ വിൽ ബി ഈക്വൽ ടു 2, and acceleration in the y direction is 60 minus 16 ആണ്. സോ ടിയുടെ വാല്യൂ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ആൻഡ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആക്സലറേഷൻ്റെ വാല്യൂ കിട്ടി. ആൻഡ് ദെൻ ടോട്ടൽ ആക്സലറേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫൈനൽ ആൻസർ കിട്ടും.
ആൻഡ് ഈ കർവ് ലീനിയർ ട്രാൻസ്ലേഷൻ്റെ മേജർ പോർഷൻ അല്ലെങ്കിൽ മേജർ ടൈപ്പ് കർവ് ലീനിയർ മോഷൻ്റെ ഒരു മേജർ എക്സാമ്പിളാണ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. പ്രൊജക്ടൈൽ മോഷൻ നിങ്ങൾ ഓൾറെഡി സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇതാണ് ഒരു പ്രൊജക്ടൈൽ മോഷൻ. എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് with an initial velocity of u at an angle of projection theta to the air, and all എന്നൊരു ബോഡി u initial velocity നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാണ് with an angle theta with the horizontal, and the body reaches its maximum height at A, and then it coming back to the ground and hits the ground at point B. So ഇത്രയും ലൈൻ, ഇത്രയും ഒരു കർവ്ഡ് പാത്ത് O to B വരെയുള്ള അതിൻ്റെ പാത്തിനെയാണ് അതിൻ്റെ ട്രജക്ടറി എന്ന് പറയുന്നത്. സോ ഫ്രം O to B വരെയുള്ള അതിൻ്റെ മോഷനാണ് പ്രൊജക്ടൈൽ മോഷൻ. ആൻഡ് ഈ പ്രൊജക്ടൈൽ മോഷൻ ഇസ് എ കമ്പൈൻഡ് എഫക്റ്റ് ഓഫ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ മോഷൻ. ആ ബോഡിക്ക് ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്നുണ്ട് ആൻഡ് വെർട്ടിക്കലി മൂവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ദാറ്റ് ബോഡി വിൽ ബി ഇൻ യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി വിൽ ബി കോൺസ്റ്റൻറ്റ്. In the horizontal direction, velocity will be constant, but in the vertical direction, the velocity will be changing. So that will be in an accelerated motion in the vertical direction. ഇപ്പോൾ ഈ ഫിഗറിൽ തന്നെ ഇനീഷ്യൽ വെലോസിറ്റി യുവിനെ തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് യു എക്സ് ആക്കിയിട്ടുണ്ട് ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻറ്റ് യു വൈ എന്നുണ്ട്. ദിസ് വാല്യൂ ഓഫ് യു എക്സ്, ദറ്റ് യു എക്സ് വിൽ ബി same throughout the motion. Any higher point throughout from O to B, the horizontal component of velocity will be ux, but the vertical component is changing throughout the motion. Initially uy ആണെങ്കിൽ പിന്നെ അതങ്ങ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. When the body is at the highest point, there won't be any vertical velocity. Highest പോയിന്റിൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി മാത്രമേ ആക്ട് ചെയ്യുള്ളൂ. അവിടെ വെർട്ടിക്കൽ വെലോസിറ്റിയുടെ കമ്പോണൻറ്റ് വിൽ ബി 0. There are certain terms associated with the projectile motion, that is velocity of projection, the velocity with which the body or the particle is projected, that is u, and then angle of projection, the angle with which the body is projected, that is theta. അത് ഹൊറിസോണ്ടൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അത് ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, ദാറ്റ് ഈസ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ആൻഡ് ദെൻ ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ക്യാപിറ്റൽ ടി. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ദ ടോട്ടൽ ടൈം ടേക്കൺ ബൈ ദ ബോഡി ടു ട്രാവൽ ഫ്രം O to B. അത് പ്രൊജക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് തിരിച്ചത് ഗ്രൗണ്ടിലേക്ക് ഹിറ്റ് ചെയ്യാൻ എടുക്കുന്ന ടോട്ടൽ ടൈം, അതിനാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ മാക്സിമം ഹൈറ്റ്. ദ മാക്സിമം ഹൈറ്റ് ഇസ് AC. ആ ഒരു പ്രൊജക്ടൈൽ മോഷനിൽ ആ ഒരു കർവ്ഡ് പാത്തിൽ അതിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് തന്നെ എടുക്കുന്ന മാക്സിമം പോയിന്റ്, അതിനെയാണ് ആ പോയിന്റിലേക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് AC-നെയാണ് മാക്സിമം ഹൈറ്റ് ഓഫ് ദി പ്രൊജക്ടൈൽ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ഹൊറിസോണ്ടൽ റേഞ്ച്. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത് ആ ഒരു പ്രൊജക്ടൈൽ ട്രാവൽ ചെയ്ത മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് അതിൻ്റെ എൻഡിങ് പോയിന്റ് വരെ ട്രാവൽ ചെയ്ത ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, അതിനെയാണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. ഈ പ്രൊജക്ടൈൽ മോഷനിൽ മെയിനായിട്ടൊരു 3 ഇക്വേഷൻസ് വരുന്നുണ്ട്. ഈ ഹൊറിസോണ്ടൽ റേഞ്ചും ആൻഡ് മാക്സിമം ഹൈറ്റും ആൻഡ് ദെൻ ടൈം ഓഫ് ഫ്ലൈറ്റിനുള്ള ഇക്വേഷൻ. ആ ഇക്വേഷൻസ് ഇതാണ്. ഹൊറിസോണ്ടൽ റേഞ്ച് R ഈക്വൽ ടു u² / g ഇൻറ്റു സൈൻ 2 തീറ്റ. മാക്സിമം ഹൈറ്റ് ഓഫ് പ്രൊജക്ടൈൽ h ഈക്വൽ ടു u² / 2g sin² തീറ്റ. ആൻഡ് ടൈം ഓഫ് ഫ്ലൈറ്റ് t ഈക്വൽ ടു 2u / g ഇൻറ്റു സൈൻ തീറ്റ. u എന്ന് പറയുന്നത് അതിൻ്റെ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ ആൻഡ് തീറ്റ ഇസ് ദി ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ and then g acceleration due to gravity. ഈ 3 ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കണം. ഈ പ്രൊജക്ടൈൽ മോഷൻ എന്നായിരുന്നു കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എക്സാമിന് 2 പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. 3 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം
14 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം ചോദിച്ചത് പ്രൊജക്റ്റൈൽ മോഷൻ ആണ്. സോ ആ 3 ഇക്വേഷൻസ്, ആ പ്രൊജക്റ്റൈൽ മോഷൻ്റെ ബേസിക് ആയിട്ടുള്ള 3 ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കാം. ഈ ഒരു പ്രോബ്ലമാണ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് 3 മാർക്കിൻ്റെന്. എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് അറ്റ് ആൻ ആംഗിൾ സച്ച് ദാറ്റ് ഇറ്റ്സ് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് 3 times ദാറ്റ് ഓഫ് മാക്സിമം ഹൈറ്റ്. ഫൈൻഡ് ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ഒരു ബോഡി പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് റേഞ്ചും that is equal to 3 times the maximum height. So then you have to find out the angle of projection. So range in the equation എഴുതുക and height in the equation എഴുതുക, and then in the question it is given that horizontal displacement, that range r equal to 3 times height, r equal to 3h. So equation like substitute ചെയ്യുക, that u square by g sin 2 theta equal to 3 into u square by 2g into sin square theta. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. u square by g രണ്ട് സൈഡിലും ക്യാൻസൽ ആയി പോവും. then you will get a equation sin 2 theta. sin 2 theta എക്സ്പാൻഡ് ചെയ്യുക, 2 sin theta cos theta. സോ നിങ്ങൾക്ക് ഇക്വേഷൻ വരുന്നത് 2 sin theta cos theta equal to 3/2 into sin square theta. രണ്ട് സൈഡിൽ നിന്നും u square by g ക്യാൻസൽ ആയി പോയതാണ്. ആൻഡ് ദെൻ ഈ ഒരു ഇക്വേഷനിൽ രണ്ട് സൈഡിൽ നിന്നും സൈൻ തീറ്റ ക്യാൻസൽ ചെയ്യാം. രണ്ട് സൈഡിൽ നിന്നും സൈൻ തീറ്റ ക്യാൻസൽ ആവുമ്പോൾ 2 cos തീറ്റ ഈക്വൽ ടു 3/2 സൈൻ തീറ്റ എന്ന് വരും. ദെൻ ഈ 3/2നെ ഒരു സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 2 into 2/3 ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് വരും. സൈൻ ബൈ കോസ് എന്ന് പറയുന്നത് ടാൻ ആണ്. സോ ടാൻ തീറ്റ ഈക്വൽ ടു 4/3. ദെൻ തീറ്റയുടെ വാല്യൂ കിട്ടും. And next question, 2 bolts are projected from the same point in the direction inclined at 60 degree and 30 degree to the horizontal. Determine the ratio of velocity of projection if they have, first part same maximum height and second part same horizontal range. So ഒരേ പോയിന്റിൽ നിന്ന് രണ്ട് ബോൾസ് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരു ബോൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് 60 ഡിഗ്രിയിലാണ് ആൻഡ് അടുത്ത ബോൾ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് 30 ഡിഗ്രിയാണ്. ആൻഡ് നിങ്ങൾ രണ്ട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഇഫ് ബോത്ത് ദ ബോൾസ് ആർ ഗോയിങ് ടു ദി സെയിം മാക്സിമം ഹൈറ്റ്, യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി റേഷ്യോ ഓഫ് വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻസ്. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് ബോത്ത് ദ ബോൾസ് ആർ ഹാവിങ് സെയിം ഹൊറിസോണ്ടൽ റേഞ്ച്, ദെൻ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി റേഷ്യോ ഓഫ് വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻസ്. സോ ഫസ്റ്റ് നമുക്ക് രണ്ടിൻ്റെയും ഇക്വേഷൻ എഴുതാം. മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ ആൻഡ് ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷൻ. സോ ഫസ്റ്റ് പാർട്ടിൽ രണ്ട് ബോഡിക്കും സെയിം മാക്സിമം ഹൈറ്റാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ വരും. ഫസ്റ്റ് കേസിൽ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് u1² / 2g sin square theta 1. സെക്കൻഡ് കേസിൽ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് u2² / 2g sin square theta 2. സോ theta 1ഉം theta 2യുടെയും വാല്യൂ വന്നിട്ടുണ്ട്. ആൻഡ് ദെൻ ഈ രണ്ട് ഇക്വേഷൻ രണ്ടിൻ്റെയും ഹൈറ്റിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2g രണ്ട് സൈഡിലും ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ത് വരും? u1² / u2² ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ 2 / സൈൻ സ്ക്വയർ തീറ്റ 1 വരും. രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ഇക്വേഷൻ വിൽ ബി u1 / u2 ഈക്വൽ ടു സൈൻ തീറ്റ 2 / സൈൻ തീറ്റ 1. ആൻഡ് തീറ്റ 1ഉം തീറ്റ 2യുടെയും വാല്യൂ വന്നിട്ടുണ്ട്. ഫസ്റ്റ് കേസിൽ തീറ്റയുടെ വാല്യൂ 60, അതുകൊണ്ട് തീറ്റ 1 എന്ന് പറയുന്നത് 60 വരും. സെക്കൻഡ് കേസിൽ തീറ്റയുടെ വാല്യൂ 30, സോ തീറ്റ 2 എന്ന് പറയുന്നത് 30 വരും. സോ തീറ്റ 2നും തീറ്റ 1ഉം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യു വിൽ ഗെറ്റ് ദി റേഷ്യോ ഓഫ് ദി വെലോസിറ്റി. സോ സെക്കൻഡ് പാർട്ടിൽ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇൻ ബോത്ത് ദി കേസസ് ദേ ആർ ഹാവിങ് സെയിം ഹൊറിസോണ്ടൽ റേഞ്ച്. സോ രണ്ട് കേസിലെയും ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ വാല്യൂസ് ഇക്വേറ്റ് ചെയ്യുക. സോ ഇക്വേഷൻസ് ഇങ്ങനെ വരും. u1² / g sin 2 theta 1 equal to u2² / g sin 2 theta 2. And then g രണ്ട് സൈഡിലും ക്യാൻസൽ ആയി പോകും. ദെൻ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് മോഡിഫൈ ചെയ്ത് എഴുതുമ്പോൾ u1² / u2² ഈക്വൽ ടു സൈൻ 2 theta 2 / സൈൻ 2 theta 1 വരും. ആൻഡ് സൈൻ 60 ആൻഡ് തീറ്റ 1ൻ്റെ വാല്യൂ 60 ആണ്, തീറ്റ 2യുടെ വാല്യൂ 30. സോ
2 തീറ്റ 2 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 30 60 വരും. 2 തീറ്റ 1 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 60 120 വരും. രണ്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. ഇത് വെലോസിറ്റിയുടെ സ്ക്വയറിൻ്റെ റേഷ്യോ ആണ്. സോ വെലോസിറ്റിയുടെ റേഷ്യോ u1/u2 വരുമ്പോൾ എന്ത് വരും? സ്ക്വയർ റൂട്ട് ഓഫ് 1, ദാറ്റ് ഈസ് 1 തന്നെ വരും. ആൻഡ് ദെൻ പ്രൊജക്റ്റൈൽ മോഷൻ്റെ വേറൊരു പാർട്ടാണ്, വേറൊരു സെക്ഷനാണ് മോഷൻ ഓഫ് എ ബോഡി ത്രോൺ ഹൊറിസോണ്ടലി ഫ്രം എ ഗിവൺ ഹൈറ്റ് ഇൻ ടു ദ എയർ. സോ ഈ കേസിൽ ഒരു ഗ്രൗണ്ടിൽ നിന്ന് ഒരു ഹൈറ്റിലാണ് ബോഡി നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഹൊറിസോണ്ടൽ ഇതാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. സോ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊരു ഹൊറിസോണ്ടൽ വേർട്ടിക്കൽ മൂവ്മെൻറ്റ് കൂടി വന്നിട്ട് അത് ഗ്രൗണ്ടിലേക്ക് ഹിറ്റ് ചെയ്യും. സോ ആ ഒരു പോർഷൻ ബി ടു എ ട്രാവൽ ചെയ്തെടുക്കുന്ന ആ ഒരു പാത്ത് അല്ലെങ്കിൽ ആ ഒരു മോഷനാണ് ഇവിടുത്തെ പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്നത്. സോ ഹൊറിസോണ്ടലി പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇനീഷ്യലി അതിൻ്റെ വേർട്ടിക്കൽ വെലോസിറ്റി വിൽ ബി 0. സോ അറ്റ് ബി, ഇനീഷ്യൽ പോയിൻറ്റ് ബിയിൽ അവിടെ ഹൊറിസോണ്ടൽ വെലോസിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ, വെർട്ടിക്കൽ വെലോസിറ്റി വിൽ ബി 0. ആൻഡ് ദെൻ ആ ബോഡി താഴേക്ക് മൂവ് ചെയ്യുന്നതനുസരിച്ച് അതിന് വെർട്ടിക്കൽ വെലോസിറ്റിയും വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റിയും ഉണ്ടാവും ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഉണ്ടാവും. ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് പ്രൊജക്റ്റൈൽ മോഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൊറിസോണ്ടലി ദാറ്റ് വിൽ ബി ഇൻ യൂണിഫോം മോഷൻ. സോ ഹൊറിസോണ്ടൽ വെലോസിറ്റി വിൽ ബി റിമൈനിങ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദി മോഷൻ ആൻഡ് ദ വെർട്ടിക്കൽ component of the velocity will be changing. Vertical directionil projectile is having a uniformly accelerated motion. So in the vertical direction velocity will be changing. And the velocity, total velocity at any point will be the resultant of horizontal and vertical components. V equal to root of Vx square plus Vy square. ഈ ഒരു കേസിൽ നമുക്ക് ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ മാക്സിമം ഹൈറ്റിൻ്റെ ഒക്കെ ഇക്വേഷൻ കാണണം. സോ അതിന് വേണ്ടി ഫസ്റ്റ് നമുക്ക് ഹൈറ്റിൻ്റെ ഇക്വേഷൻ, ദ വെർട്ടിക്കൽ ഡൗൺവേർഡ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി ബോഡി. ആ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് തന്നെയാണ് അതിൻ്റെ ഹൈറ്റ്. അത് ഏത് ഹൈറ്റിൽ നിന്നാണോ ആ ബോഡി പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. സോ അത് കാണാൻ ഇക്വേഷൻ, ലീനിയർ മോഷൻ്റെ ഇക്വേഷൻ ഉണ്ട്. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇവിടെ എസ്, അതായത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എസ്. നമ്മൾ വെർട്ടിക്കൽ മൂവ്മെൻറ്റ് മാത്രം കൺസിഡർ ചെയ്യണം ഈ ബോഡിയുടെ. സോ അത് ട്രാവൽ ചെയ്ത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എസ് ഓർ എച്ച് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. ഇവിടെ യു എന്ന് പറയുന്നത് വെർട്ടിക്കൽ വെലോസിറ്റി ആൻഡ് ജി എന്ന് പറയുന്നത് ആക്സലറേഷൻ ഇൻ ദി വെർട്ടിക്കൽ ഡയറക്ഷൻ. ടി എന്ന് പറയുന്നത് ടോട്ടൽ ബി ടു എ എത്താനെടുത്ത ടൈം. സോ ഹൊറിസോണ്ടലി പ്രൊജക്റ്റ് ചെയ്യുന്ന ബോഡിയാണ് ഇനീഷ്യൽ വെലോസിറ്റിയുടെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഫസ്റ്റ് ടേം 0 ആയിപ്പോൾ ദെൻ ഇക്വേഷൻ ദറ്റ് എച്ച് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ. ജിയുടെ വാല്യൂ അറിയാം. ആൻഡ് ഇഫ് എച്ചിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ, എത്ര ഹൈറ്റിൽ നിന്നാണ് ബോഡി പ്രൊജക്റ്റ് ചെയ്യുന്നത് തന്നിട്ടുണ്ടെങ്കിൽ, യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ടൈം ടേക്കൺ ബൈ ദ ബോഡി ടു റീച്ച് ദ ഗ്രൗണ്ട്. ആൻഡ് അടുത്തത് ദ ഹൊറിസോണ്ടൽ റേഞ്ച് or the horizontal distance travelled by the body, and the horizontal distance will be equal to velocity in the horizontal direction into time taken by the body. Horizontal component throughout motion constant ആണ്. ഇനീഷ്യലി ഏത് വെലോസിറ്റിയിലാണോ പ്രൊജക്റ്റ് ചെയ്യുന്നത് അത് ഇൻറ്റു അത് ബിന്ന് എയിൽ എത്താനെടുത്ത് ടോട്ടൽ ടൈം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി ബോഡി. ആൻഡ് ദ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി കാണാം. ദാറ്റ്സ് എൻ ഇക്വേഷൻ വി ഈക്വൽ ടു യു പ്ലസ് എ ടി. ഈ കേസിൽ കൊടുക്കുകയാണെങ്കിൽ വി ഈക്വൽ ടു യു പ്ലസ് ജി ടി, ഫ്രീലി ഫോളിംഗ് ആയതുകൊണ്ട് എക്ക് പകരം ജി വരും. ആൻഡ് ഒന്നുകൂടി സ്പെസിഫൈ ആണെങ്കിൽ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി. വെർട്ടിക്കൽ കമ്പോണൻ്റ് ആണ് കാണേണ്ടത്. സോ വി വൈ ഈക്വൽ ടു യു വൈ പ്ലസ് ജി ടി. യു വൈ എന്ന് പറയുന്നത് അത് ഇനീഷ്യൽ വെലോസിറ്റിയുടെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഇസ് 0. സോ വി വൈ ഈക്വൽ ടു ജി ടി. ഇത്രയാണ് ഇതിൽ വരുന്ന ഇക്വേഷൻ. ആൻഡ് റിസൾട്ടൻറ്റ് വെലോസിറ്റി കാണാൻ ടോട്ടൽ വെലോസിറ്റി വി ഈക്വൽ ടു റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ. ആൻഡ് ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാം.
An aircraft moving horizontally at a speed of 720 km per hour at a height of 1000 meter towards a target on the ground releases a bomb which hits the target. Find time required for the bomb to reach the target on the ground and the horizontal distance of the aircraft from the target when it released the bomb. So ഒരു എയർക്രാഫ്റ്റ് ഉണ്ട് ദാറ്റ് ഈസ് മൂവിങ് at a height of 1000 meter from the ground and it is moving with a speed of 720 km per hour. ഇതൊരു ബോംബ് റിലീസ് ചെയ്യുകയാണ്. സോ അതൊരു ടാർഗറ്റിന് ഹിറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിനെടുത്ത ടൈം കാണണം ആൻഡ് അത് എത്ര ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നും കാണണം. സോ ഇതാണ് നമ്മുടെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. എ എന്നുള്ള പോയിൻറ്റ്സിലാണ് നമ്മുടെ എയർക്രാഫ്റ്റ് ഉണ്ടാകുന്നത് ബോംബ് റിലീസ് ചെയ്യുമ്പോൾ. ബി എന്നുള്ള പോയിൻറ്റിലാണ് ടാർഗറ്റ്. ആ എ എന്നുള്ള പോയിൻറ്റ് ഗ്രൗണ്ടിന് 1000 മീറ്റർ ഹൈറ്റിലുമാണ്. നമുക്ക് ഫസ്റ്റ് കാണേണ്ടത് അത് എന്ന് ബിയിലേക്ക് എത്താനെടുത്ത ടൈം കാണണം. നമുക്ക് എച്ച് തന്നിട്ടുണ്ട്. സോ ഇക്വേഷൻ എച്ച് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. എച്ചിൻ്റെ വാല്യൂ 1000 ആണ്, ജിയുടെ വാല്യൂ 9.81. സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ ടിയുടെ വാല്യൂ കിട്ടും. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഓഫ് ദി എയർക്രാഫ്റ്റ് ഫ്രം ദ ടാർഗറ്റ് വെൻ ഇറ്റ് റിലീസ് ദി ബോംബ്. സോ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കാണാൻ എ ടു ബി ഉള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ റേഞ്ച് ആണ് കണ്ടിട്ട് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം. ഹൊറിസോണ്ടൽ വെലോസിറ്റി ആണ് നമുക്ക് തന്നിട്ടുള്ളത് 720 km per hour. അതിൻ്റെ പ്രൊജക്റ്റ് ചെയ്ത വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റിയാണ് 720 km per hour. അതിനാദ്യം കൺവേർട്ട് ചെയ്യണം ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡ്. സോ 720നെ മീറ്ററിലേക്ക് ആക്കാൻ ഇൻറ്റു 1000 ആൻഡ് അവറിനെ സെക്കൻഡിലേക്ക് ആക്കാൻ 60 × 60. സോ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്കുള്ള വാല്യൂ കിട്ടും. ആൻഡ് ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആറിൻ്റെ ഇക്വേഷനിൽ യുടെ വാല്യൂ ഇൻ മീറ്റർ പെർ സെക്കൻഡ് കൊടുക്കുക ഇൻറ്റു ടൈം, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ള ടൈം, ടോട്ടൽ ട്രാവൽ ടൈം മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടും. ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഉണ്ട്, കഴിഞ്ഞ തവണ ചോദിച്ചതാണ്, 14 മാർക്കിന്. An object of mass 5 kg is projected with a velocity of 20 meter per second at an angle of 60 degree to the horizontal. At the highest point of its path, the projectile explodes and breaks up into two fragments of masses 1 kg and 4 kg. The fragments separate horizontally after explosion. The explosion releases internal energy such that kinetic energy of the system at the highest point is doubled. Calculate the separation distance between two fragments when they reach the ground. So ക്വസ്റ്റ്യനിൽ പറയുന്നത് 5 kg മാസ്സുള്ളൊരു പ്രൊജക്ടൈൽ. ഇറ്റ് ഈസ് പോയിൻറ്റഡ് വിത്ത് എ വെലോസിറ്റി ഓഫ് 20 meter per second at an angle 60 degree. So ഹയസ്റ്റ് പോയിൻറ്റിലെത്തുമ്പം the projectile explodes and breaks into two fragments of masses 1 kg and 4 kg. സോ ഏറ്റവും മുകളിൽ പോയിന്റിലെത്തുമ്പോൾ ഈ 5 kg മാസ്സുള്ള പ്രൊജക്ടൈൽ, ഈ ഒരു ബോഡി ബ്രേക്ക് ചെയ്ത് രണ്ട് പാർട്സ് ആവും. ഒന്ന് 1 kg മാസും രണ്ടാമത്തെ പാർട്ടിന് 4 kg മാസും. ആൻഡ് ദീസ് ഫ്രാഗ്മെൻറ്റ്സ് ദെൻ ഹൊറിസോണ്ടലി ആണ് എക്സ്പ്ലോഡ് ചെയ്യുന്നത്. സോ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ എനർജി ടോട്ടൽ ദെൻ ഇൻറ്റേർണൽ എനർജി റിലീസ് ചെയ്യും. അപ്പോൾ കൈനറ്റിക് എനർജി ഇനീഷ്യൽ കൈനറ്റിക് എനർജിയുടെ ഡബിൾ ആയിരിക്കും ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. കാണേണ്ട ഇത് പറഞ്ഞിട്ടുള്ളത്, ഇത് ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുമ്പോൾ രണ്ട് ബോഡിയും, ഈ 1 kg മാസിലും 4 kg മാസിലും രണ്ട് ബോഡിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് അതാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ആ ഡിസ്റ്റൻസ് കാണണമെങ്കിൽ അതിൻ്റെ വെലോസിറ്റി, അത് താഴെ ടച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഫൈനൽ വെലോസിറ്റിയും ദെൻ അതെടുക്കുന്ന ടൈമും, ഈ രണ്ടും കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സോ രണ്ടിൻ്റെ സെപ്പറേറ്റ്, 1 kg മാസുള്ള ബോഡിക്കും 4 kg മാസുള്ള ബോഡിക്കും സെപ്പറേറ്റ് ആയിട്ട് ഈ വെലോസിറ്റി കാണണം. ദെൻ ഇൻറ്റു ടൈം ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കിട്ടും. ആ രണ്ട് ഡിസ്റ്റൻസും കൂടി ഡിഫറൻസ് കണ്ടാൽ മതി, അപ്പം സെപ്പറേഷൻ ഡിസ്റ്റൻസ് കിട്ടും. സോ ഗിവൺ ഡാറ്റ എന്ന് പറയുന്നത് മാസ് തന്നിട്ടുണ്ട്, ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, ദെൻ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തന്നിട്ടുണ്ട്. സോ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്
ഈ 20 മീറ്റർ പെർ സെക്കൻഡിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി പറഞ്ഞിട്ടുണ്ട് അറ്റ് ആൻ ആംഗിൾ 60 ഡിഗ്രി. അപ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് 20 കോസ് 60യും വെർട്ടിക്കൽ കമ്പോണൻറ്റ് 20 സൈൻ 60യും ആണ്. ദെൻ ടൈം ഓഫ് ഫ്ലൈറ്റ്, ഇത് ഹയസ്റ്റ് പോയിന്റിലേക്ക് എത്താനെടുക്കുന്ന ടൈം അല്ലെങ്കിൽ ഹയസ്റ്റ് പോയിന്റിന് താഴെ എത്താനെടുക്കുന്ന ടൈം കാണണം. രണ്ടും ഈക്വൽ ആയിരിക്കും. ആൻഡ് ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ബൈ 2 ആയിരിക്കും ഇതിലൊരു ടൈം. ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാനുള്ള ഇക്വേഷൻ 2u സൈൻ തീറ്റ ബൈ ജി. സോ നമുക്ക് ടൈം ടേക്കൺ ടു റീച്ച് ദ ഗ്രൗണ്ട് ഫ്രം ദി ഹയസ്റ്റ് പോയിന്റ് കാണണം. അത് ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഹാഫ് ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം നമുക്ക് ആ ടൈം ടേക്കൺ ഫ്രം ഹയസ്റ്റ് പോയിന്റ് ടു ഗ്രൗണ്ട് എന്ന് പറയുന്നത് വാല്യൂ കിട്ടും. ദെൻ നെക്സ്റ്റ് കാണണം, പറഞ്ഞു അത് ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ ഡിവൈഡ് ചെയ്ത് 2 പാർട്സ് ആവും എന്ന് പറഞ്ഞു. ആൻഡ് അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇനീഷ്യൽ കൈനറ്റിക് എനർജിയുടെ ഡബിൾ ആയിരിക്കും ഏറ്റവും മുകളിലുള്ള കൈനറ്റിക് എനർജി. ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ ഉണ്ടാകുമ്പോൾ അത് എക്സ്പ്ലോഡ് ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു. സോ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് mv². അത് എക്സ്പ്ലോഡ് ചെയ്ത ശേഷം അത് മൂവ് ചെയ്യുന്നത് ഹൊറിസോണ്ടലാണ്. അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ വെലോസിറ്റി കൺസിഡർ ചെയ്യുകയാണ്. ഇനീഷ്യൽ വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയുന്നത് യു കോസ് തീറ്റ എന്ന് വേണം. സോ ഇനീഷ്യലി കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് എം യു കോസ് തീറ്റ ഹോൾ സ്ക്വയർ. ഹൊറിസോണ്ടൽ കമ്പോണന്റ് എടുക്കുന്നതുകൊണ്ടാണ് യു കോസ് തീറ്റ വന്നത്. സോ എമ്മിൻ്റെ വാല്യൂ ആദ്യത്തെ ഇനീഷ്യലി എമ്മിൻ്റെ വാല്യൂ 5 ആയിരുന്നു. 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യുവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 20 ആൻഡ് തീറ്റയുടെ വാല്യൂ 60. ഇത്രയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ആൻഡ് 250 ജൂൾ എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ കിട്ടും. നെക്സ്റ്റ് ഫൈനൽ കൈനറ്റിക് എനർജി കാണാം. അത് ഈ 2 ടൈംസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജിയാണ്. സോ 500 ജൂൾ ആയിരിക്കും. ആൻഡ് ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 2 പാർട്ടിനും കൂടി കൈനറ്റിക് എനർജിയിൽ സമ്മായിരിക്കും. സോ 2 പാർട്ടിനും കൈനറ്റിക് എനർജി കാണാൻ ഹാഫ് m1v1² പ്ലസ് ഹാഫ് m2v2². ദാറ്റ് വിൽ ബി ഈക്വൽ ടു 500. ആൻഡ് നമുക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ 2 അൺനോൺസ് ഉണ്ട്. സോ ഒരു ഇക്വേഷനും കൂടി വേണം. അടുത്ത ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റം കൺസർവേഷൻ ആണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. എന്ന് പറയുന്നത് ഇനീഷ്യൽ മൊമെൻറ്റും ഫൈനൽ മൊമെൻറ്റും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. സോ ഫൈനൽ മൊമെൻറ്റം എന്ന് പറയുന്നത് മൊമെൻറ്റം മീൻസ് മാസിൻ്റെ വെലോസിറ്റി. സോ ഫൈനൽ മൊമെൻറ്റം എന്ന് പറയുന്നത് ഫസ്റ്റ് ബോഡിയുടെ മൊമെൻറ്റം m1v1 പ്ലസ് സെക്കൻഡ് ബോഡിയുടെ മൊമെൻറ്റം m2v2 ആൻഡ് ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ഇനീഷ്യൽ മൊമെൻറ്റം. സോ ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് പറയുന്നത് m ഇൻറ്റു യു കോസ് തീറ്റ. നമ്മൾ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് കൺസിഡർ ചെയ്യുകയാണ്. ഹൊറിസോണ്ടൽ ഈ ഡയറക്ഷനിലുള്ള മൊമെൻറ്റമാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് യു കോസ് തീറ്റ ഇനീഷ്യൽ വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. സോ രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കൂടി കിട്ടും. m1ൻ്റെ വാല്യൂ 1 കൊടുക്കുക, m2യുടെ വാല്യൂ 4 കൊടുക്കുക. ദെൻ v1ഉം v2 അൺനോൺ വരുന്നത്. ദെൻ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ടേം mu കോസ് തീറ്റയിൽ എമ്മിൻ്റെ വാല്യൂ 5 ആണ് ഇനീഷ്യൽ ബോഡിയുടെ മാസ്. യു എന്ന് പറയുന്നത് 20 ആണ്. തീറ്റ എന്ന് പറയുന്നത് 60 ആണ്. ഇത്രയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ കിട്ടും. നമുക്ക് 2 ഇക്വേഷൻ ഉണ്ട്. ഈ 2 ഇക്വേഷനും കൂടി സോൾവ് ചെയ്യുമ്പോൾ v1 ആൻഡ് v2യുടെ വാല്യൂ കിട്ടും. ആൻഡ് ദെൻ നമുക്ക് കാണേണ്ട സെപ്പറേഷൻ ഡിസ്റ്റൻസ് ആണ്. സെപ്പറേഷൻ ഡിസ്റ്റൻസ് കാണണമെങ്കിൽ v1 ഇൻറ്റു ടി മൈനസ് v2 ഇൻറ്റു ടി. അത് ഫസ്റ്റ് ബോഡി ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. അത് v1 ഇൻറ്റു ടി. അടുത്ത ടൈം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 1.77 സെക്കൻഡ്സിന്. ഹയസ്റ്റ് പോയിന്റിൽ നിന്ന് താഴെ എത്താൻ എടുത്ത ടൈം കണ്ടുപിടിച്ചിട്ടുണ്ട് 1.77 സെക്കൻഡ്സിന്. സോ ആ ടൈം ഇൻറ്റു വെലോസിറ്റി ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ബോഡി ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കിട്ടും. ആൻഡ് സെക്കൻഡ് ബോഡി ട്രാവൽ ഡിസ്റ്റൻസ് കാണണമെങ്കിലും സെക്കൻഡ് ബോഡിയുടെ വെലോസിറ്റി കണ്ടുപിടിച്ചിട്ടുള്ള 5 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു ടൈം. രണ്ടും ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടും 44.25. അതാണ് അതിൻ്റെ സെപ്പറേഷൻ ഡിസ്റ്റൻസ് when that body hits the ground.